കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന്റെ ഒരുപിടി ചിത്രങ്ങളുടെ റിലീസിംഗ് ഡേറ്റുകൾ പങ്കുവച്ചുകൊണ്ട് ആശീർവാദ് സിനിമാസ് സാരഥിയായ ആന്റണി പെരുമ്പാവൂർ പ്രേക്ഷകരെ എല്ലാം ഞെട്ടിച്ചത്. ആശീർവാദിന്റെ റിലീസിൽ വരാൻ പോകുന്ന സിനിമകളുടെ റിലീസ് ഡേറ്റുകൾ പങ്കുവച്ചുകൊണ്ട് അവർ എത്തി. ഇനി മോഹൻലാലിന്റെ ഒരു വരവ് അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ് പ്രേക്ഷകർക്കിടയിൽ. ഇനിയാണ് ആ മോഹൻലാൽ വരവ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ ആകാംക്ഷകൾ പങ്കുവച്ചു. ഇപ്പോഴത്തെ അതേ ലിസ്റ്റിൽ ഏറ്റവും പ്രോമിസിംഗ് ആയ ഒരു ചെറിയ ചിത്രം എന്ന രീതിയിൽ പറയപ്പെടുന്ന തുടരും എന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കാണാൻ കാത്തിരുന്ന ഒരു പോസ്റ്റർ. മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇരുവരും ഒന്നിച്ചുള്ള ഈ സിനിമയിലെ ഒരു സീനിലെ ചിത്രങ്ങൾ പോലും നമുക്ക് മുന്നിൽ എത്തിയില്ല. പക്ഷേ പോസ്റ്ററായി തന്നെ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. മലയാള സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ തരുൺമൂർത്തി ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ എത്തി. തുടരും എന്ന പേരിട്ട ചിത്രത്തിലെ മോഹൻലാലിന്റെയും ശോഭനയുടെയും ലുക്കാണ് പോസ്റ്ററിലൂടെ പുറത്തുവിട്ടത്. ഈ പോസ്റ്ററിന് ഒരു പ്രത്യേകതയുമുണ്ട് എന്നത് പ്രേക്ഷകർ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഈ കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെയും ശോഭനയുടെയും ഒരു ഗംഭീര ഗാനത്തിന് അകമ്പടിയായി എത്തുന്ന വടിയോരത്തിൽ നിന്നുള്ള ആ ചായകുടി രംഗം. അത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു പോസ്റ്റർ. അണിയറ പ്രവർത്തകരും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാം. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു മൊമെന്റ് എന്നതും വർഷങ്ങൾ കടന്നുപോയി എന്നാലും മോഹൻലാലും ശോഭനയും തുടരുന്നു എന്ന ക്യാപ്ഷനുമായാണ് പ്രേക്ഷകർ എത്തിയത്. മോഹൻലാലിന്റെ കരിയറിലെ 360ാമത്തെ ചിത്രമാണിത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ. നല്ല സുഹൃത്ത് ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ. ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വിനു പപ്പു, ഫറാൻ ഫാസിൽ, മണിൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഡബ്ബിംഗ് കഴിഞ്ഞ ദിവസം പൂർത്തിയായ വിവരങ്ങൾ കൂടി അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരുന്നു. ഇനി ആ ഗംഭീര റിലീസ് ഒരുക്കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർക്കിടയിലും. ആ റിലീസ് പ്രഖ്യാപനവുമാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയതും. തുടരും എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു കഴിഞ്ഞു. അടുത്ത വർഷം ജനുവരിയിൽ ആദ്യം എത്തുന്ന മോഹൻലാൽ ചിത്രവും തുടരും എന്ന സിനിമയായിരിക്കും. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയക്കോട്ടെ ബാലുവനായിരുന്നു ഏറ്റവും ഒടുവിൽ മോഹൻലാലിന്റെ തിയേറ്ററിലെത്തിയ ചിത്രം. അതും ഈ വർഷത്തിൽ. വലിയ ഹൈപ്പോടെ തിയേറ്ററിലെത്തിയ ചിത്രം പ്രതീക്ഷിച്ച വിജയം ബോക്സ് ഓഫീസിൽ നേടിയില്ല. കഴിഞ്ഞ വർഷം അവസാനമിറങ്ങിയ ചിത്തു ജോസഫ് ചിത്രം നേരായിരുന്നു പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ച അവസാന മോഹൻലാൽ ചിത്രം. ഇതൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു. എന്നാൽ ബറോസ് അടക്കം പ്രതീക്ഷയുള്ള നിരവധി ചിത്രങ്ങളാണ് മോഹൻലാലിന്റേതായി ഈ വർഷവും അടുത്ത വർഷവും എത്താൻ പോകുന്നത്. അതിൽ തന്നെ ആശീർവാദിന്റെ റിലീസായി ബറോസ് ഡിസംബർ 25-ന് എത്തുമ്പോൾ അടുത്ത വർഷം ആദ്യം പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ എത്തുന്നത് മോഹൻലാൽ തരുൺമൂർത്തി ഒന്നിക്കാൻ പോകുന്ന തുടരും എന്ന ചിത്രമാണ്. അതും 2025 ജനുവരി 30-നാണ് തുടരും റിലീസാകുന്നത്.